എറണാകുളം വൈപ്പിനിൽ നിർത്തിയിട്ട റോറോയിൽ വാട്ടർ മെട്രോ ഇടിച്ച് ഇന്ന് അപകടമുണ്ടായിരുന്നു. ശക്തമായ ഒഴുക്കിൽ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക സൂചന. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിരുന്നു. അതിലേക്ക് ആദ്യം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഇങ്ങനെ ഇത് വലിയ ഒഴുക്കുള്ള സമയത്ത് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ അത് ഗൗരവമുള്ള സംഭവമാണ്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. എന്ത് സംഭവിച്ചു എന്നാണ് വാട്ടർ മെട്രോ അധികൃതർ നൽകുന്ന വിശദീകരണം? പ്രജിൻ, ഔദ്യോഗികമായൊരു വിശദീകരണം വാട്ടർ മെട്രോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 10:30യോടുകൂടിയായിരുന്നു സംഭവം. വൈപ്പിൻ റോറോ ജെട്ടിയിൽ ഈ റോറോ ബോട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ നിയന്ത്രണം നഷ്ടമായ വാട്ടർ മെട്രോ വന്നിടിക്കുകയും ഈ റോറോയുടെ കൈവരി പോലുള്ള ആ പ്രദേശത്ത് തകർച്ച സംഭവിക്കുകയും ചെയ്തത്. റോറോ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ റോറോയുടെ സർവീസ് ആരംഭിച്ചിരുന്നു. ഈ ബോട്ട്, അതായത് വാട്ടർ മെട്രോ ബോട്ട് നേരെ ഹൈക്കോർട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിശക്തമായ കാറ്റും അതിനെ തുടർന്നുണ്ടായ ഒഴുക്കുമാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഈ ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് 2 മണിക്കൂറോളം വൈപ്പിനിലേക്കുള്ള വാട്ടർ മെട്രോ സർവീസും നിർത്തിവെച്ചിരുന്നു. ഇതിന്റെ ഒരു യഥാർത്ഥ കാരണം, അതായത് ശാസ്ത്രീയമായ ഒരു കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ KMRന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ ഒരു ഇന്റേണൽ അന്വേഷണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.